നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഇനി 48 ദിവസങ്ങളാണ് ബാക്കിയുള്ളത്. 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വേൾഡ് കപ്പ്. വേൾഡ് കപ്പോടടുക്കുമ്പോൾ പല പ്രമുഖ താരങ്ങളും പരിക്കിൻ്റെ പിടിയിൽ. വേൾഡ് കപ്പ് തന്നെ നഷ്ടമാകുന്ന തരത്തിൽ പരിക്ക് പറ്റിയവരുണ്ട്. ബ്രസീലിൻ്റെ റോഡ്രിഗോ, ജർമ്മനിയുടെ സെർജി ഗ്നാബ്രി, ഈ താരങ്ങൾക്കൊന്നും വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല. ഇനി വേൾഡ് കപ്പിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് വല്ലാത്ത രൂപത്തിൽ സംശയങ്ങൾ ജനിക്കുന്ന പരിക്ക് പറ്റിയവരുണ്ട്. ഇന്നലെ ലാമിനെ യമാലിന് പരിക്ക്, ഇന്നലെ ആർദ ഗ്യൂളർക്ക് പരിക്ക്, ഇന്നലെ എദർ മിലിറ്റാവോക്ക് പരിക്ക്. ഇതൊക്കെ ഇന്നലെ സ്ഥിരീകരിച്ചതാണ്. ഈ സീസണിൽ നിന്ന് ഇവരൊക്കെ റൂൾഡ് ഔട്ടാണ്. നേരത്തെ ക്യൂട്ടി റൊമേറോ സീസണിൽ നിന്ന് റൂൾഡ് ഔട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആശങ്കകൾ മുന്നിൽ നിൽക്കുന്നു. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. സുപ്രധാന താരങ്ങൾ പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് വേൾഡ് കപ്പിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന സംശയത്തിൽ നിൽക്കുന്നത് ആരൊക്കെയാണ്? ഒന്ന് ക്യൂട്ടി റൊമേറോയാണ്. ക്യൂട്ടി റൊമേറോ അർജൻറ്റീനയുടെ ഡിഫൻസിൻ്റെ ശക്തി ദുർഗമായിട്ട് നിന്ന് കോട്ട കാക്കേണ്ടയാളാണ് ക്യൂട്ടി റൊമേറോ. അദ്ദേഹത്തിന് കാൽമുട്ടിനാണ് പരിക്ക്, കൊലാട്രൽ ലിഗ്മെൻറ്റ് ഇഞ്ചുറിയാണ്. ഈ സീസണിൽ ഇനി അദ്ദേഹം ടോട്ടൻഹാം ഹോട്ട്സ്പറിനായിട്ട് കളിക്കില്ല. അർജൻറ്റീനയുടെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം അൾജീരിയക്കെതിരെയാണ്. അത് ജൂൺ മാസത്തിൽ 16-ാം തീയതി, ജൂൺ 16-നാണ് നടക്കുക. അപ്പോഴേക്കും താരം ഫിറ്റായി വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ടച്ച് ആൻഡ് ഗോയാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ള അവസ്ഥയും. പിന്നെ മൈക്കൽ മെറീനോ താരത്തിന് ബോൺ ഇഞ്ചുറിയാണ്. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഫൂട്ടിന് സ്ട്രെസ് ഫ്രാക്ചർ ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. അദ്ദേഹം ഇപ്പോൾ സർജറിക്ക് വിധേയനായിട്ടുണ്ട്. വേൾഡ് കപ്പിനുണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ തുലാസിലാണ്. ആർദ ഗ്യൂളർ ഇന്നലെ റയൽ മാഡ്രിഡ് സ്ഥിരീകരിച്ചു തുർക്കിയുടെ യുവതാരത്തിൻ്റെ പരിക്ക്. അദ്ദേഹത്തിൻ്റെ വലത് കാലിൽ ബൈസെപ്സ് ഫെമോറിസിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്നു. അദ്ദേഹം വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ഫുള്ളി റിക്കവർ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇപ്പോൾ സീസണിൽ നിന്ന് റൂൾഡ് ഔട്ടായി. എദർ മിലിറ്റാവോ, അദ്ദേഹത്തിനും ബൈസെപ്സ് ഫെമോറിസ് ഇഞ്ചുറിയാണ്. ലെഫ്റ്റ് ലെഗിനാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് റിക്കവറായി വേൾഡ് കപ്പിന് എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രസീൽ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രസീലിയൻ കോച്ച് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തിൻ്റെ പ്ലാനിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുന്നയാളാണ് എദർ മിലിറ്റാവോ. പക്ഷേ മിലിറ്റാവോക്ക് പരിക്കൊന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ബ്രസീലിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഏതായാലും എദർ മിലിറ്റാവോ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ഫിറ്റ് ആകുമെന്ന് കരുതുന്നു. സീസണിൽ നിന്ന് റൂൾഡ് ഔട്ടാണ്. മറ്റൊരാൾ എസ്റ്റവായോ വില്യനാണ്. എസ്റ്റവായോ വില്യൻ ബ്രസീലിന് മറ്റൊരു ആശങ്കയാണ്. എസ്റ്റവായോ വില്യൻ തീർച്ചയായിട്ടും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വേൾഡ് കപ്പിലെ സ്റ്റാർ ബോയ് ആയിട്ട് അവർ കണ്ടിരുന്നയാളാണ്. അദ്ദേഹത്തിനാണിപ്പോൾ റൈറ്റ് ലെഗിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി പിടിപെട്ടിരിക്കുന്നത്. ഗ്രേഡ് 4 ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് സർജറി വേണം എന്നാണ് ചെൽസി ആവശ്യപ്പെട്ടത്. പക്ഷേ ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് നടത്തി വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹത്തെ ഫിറ്റാക്കാൻ കഴിയുമോ എന്ന് CBF ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സർജറിക്ക് പോയാൽ വേൾഡ് കപ്പ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും നഷ്ടമാകും. ഇനി അതല്ല, ഈ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫലം കാണുകയാണെങ്കിലും മാത്രമേ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എസ്റ്റവായുടെ കാര്യത്തിൽ ശരിക്കും ആശങ്കയുണ്ട്. പിന്നെ സ്പെയിനിൻ്റെ നിക്കോ വില്യംസ്, അപ്പം ഈ സീസണിൽ പൂർണ്ണമായിട്ടും കോൺസ്റ്റൻ്റായിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് നേരിട്ട ഒരാളാണ്. അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഓൾറെഡി ഇപ്പം അത്ലറ്റിക് ക്ലബ് ബിൽബാവോയിൽ അദ്ദേഹം കുറച്ച് മത്സരങ്ങളൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കൺസിസ്റ്റൻസി കണ്ടെത്താൻ പറ്റിയിട്ടുള്ള ഇടയ്ക്കുള്ള പരിക്ക് അദ്ദേഹത്തെ വലക്കുന്നുണ്ട്. മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗനാണ് അടുത്തത്. ടെർ സ്റ്റെഗൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ബാഴ്സലോണയിൽ പ്ലേയിങ് ടൈം ലഭിക്കാത്തത് കൊണ്ട് മറ്റൊരു ക്ലബിലേക്ക് പോയി. അവിടെ പോയ ഉടനെ അദ്ദേഹത്തിന് പരിക്കും പറ്റി. ഒരുപാട് ഇഞ്ചുറീസിൽ നിന്ന് അദ്ദേഹം റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ നിന്ന് റിക്കവറായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ ഹാംസ്ട്രിങ് ഇഞ്ചുറി അദ്ദേഹത്തിന് ലെഫ്റ്റ് ലെഗിനെ പിടിപെട്ടു. സോ വേൾഡ് കപ്പിന് അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയത്തിലാണ്. പിന്നെ ഇന്നലെ ലാമിനെ യമാലിൻ്റെ പരിക്കിൻ്റെ കാര്യവും സ്ഥിരീകരിക്കപ്പെട്ടു. താരത്തിനും ഈ സീസണിൽ ഇനി കളിക്കാൻ പറ്റില്ല, റൂൾഡ് ഔട്ടാണ്. വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ആൾ ഫിറ്റാകും എന്ന പ്രതീക്ഷയാണ്.
സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനുള്ളത്. എന്നാൽ ഈ താരങ്ങളൊന്നും ഇല്ലാത്തൊരു വേൾഡ് കപ്പ് ഒന്ന് ആലോചിച്ച് നോക്ക്. യമാലില്ല, റോഡ്രിഗോ ഓൾറെഡി ഇല്ല, എസ്റ്റവായോ ഇല്ല, അതുപോലെ ആർദ ഗ്യൂളർ ഇല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ വേൾഡ് കപ്പിൻ്റെ പൊലിമ തന്നെ കുറഞ്ഞു പോകും. കാരണം വേൾഡ് ഫുട്ബോളിലെ ഇന്നത്തെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള യുവതാരങ്ങളാണ് ഇവരൊക്കെ. ഇവർക്കൊക്കെ പരിക്കേറ്റ് പുറത്തിരുന്നിട്ടൊരു വേൾഡ് കപ്പ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രൂപത്തിലത് ലോക ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു നിരാശയായിരിക്കും, നഷ്ടമായിരിക്കും. പലപ്പോഴും വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പരിക്കുകൾ വലിയ ആശങ്ക ഉണ്ടാക്കാറുണ്ട്. എന്തായാലും ഈ പ്രഗത്ഭരായിട്ടുള്ള യുവതാരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മടങ്ങി വരട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.